മാറും KPCC അധ്യക്ഷൻ. കോൺഗ്രസിൽ ചരടുവലി ശക്തമാകുന്നു. ഷാഫിയോ കൊടിക്കുന്നിലോ ബെന്നിയോ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഏറ്റവും വലിയ വെല്ലുവിളി നേരിടാൻ പോകുന്നത് KC വേണുഗോപാൽ. KPCC അധ്യക്ഷ സ്ഥാനത്തിനായുള്ള കടുത്ത മത്സരം തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ UDF അധികാരത്തിലെത്തിയതോടെ സർക്കാർ രൂപീകരണത്തിന്റെ ആവേശം പതിയെ സംഘടനാ രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതു മുതൽ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ പ്രവർത്തകരും നേതാക്കളും മാധ്യമപ്രവർത്തകരും നിറഞ്ഞു നിന്നിരുന്ന KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ ഇപ്പോൾ ശാന്തമാണ്. എന്നാൽ പുറമെ നിശബ്ദമായി തോന്നുന്ന ഇന്ദിരാഭവനുള്ളിൽ വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് തുടക്കമായിരിക്കുന്നത്. സണ്ണി ജോസഫിന്റെ പിൻഗാമിയായി കേരള കോൺഗ്രസിന്റെ അടുത്ത അധ്യക്ഷൻ ആരാകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ പാർട്ടിയിലെ പ്രധാന ചർച്ചാ വിഷയം. സർക്കാർ രൂപീകരണത്തിനു പിന്നാലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിഷ്ണുനാഥും മന്ത്രിസഭയിലേക്ക് ചേക്കേറിയതോടെ സംഘടനയുടെ നേതൃത്വം പുനഃസംഘടിപ്പിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു. ശേഷിക്കുന്ന വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിലും സ്ഥിരമായി ഇന്ദിരാഭവനിൽ എത്തുന്നില്ലെന്നാണ് വിവരം. അതിനാൽ പുതിയ അധ്യക്ഷന്റെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് കോൺഗ്രസ് സംഘടന. ഔദ്യോഗിക ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെങ്കിലും അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സര രംഗം ഇതിനോടകം സജീവമായിട്ടുണ്ട്. കോൺഗ്രസിൽ ഒരു പ്രധാന പദവി ഒഴിയുമ്പോൾ സ്വാഭാവികമായും നിരവധി അവകാശവാദങ്ങൾ ഉയരാറുണ്ട്. ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമല്ല. മുഖ്യമന്ത്രി VD സതീശന്റെ അഭിപ്രായം പരിഗണിക്കുമെങ്കിലും അന്തിമ തീരുമാനത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നിലപാട് നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതിനിടെ KPCC അധ്യക്ഷ നിയമനത്തിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ വേണമെന്ന ആവശ്യവും ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിരവധി MPമാർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ സജീവമാകാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആവശ്യം ഉയരുന്നത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന പ്രമുഖ പേരുകളിൽ ആദ്യം പറയേണ്ടത് കൊടിക്കുന്നിൽ സുരേഷിനെയാണ്. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് നേതാവെന്ന റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട്. മുൻ കേന്ദ്രമന്ത്രിയും നിലവിൽ ലോക്സഭയിലെ കോൺഗ്രസ് ചീഫ് വിപ്പുമാണ് അദ്ദേഹം. സംഘടനാ പരിചയവും ദേശീയതല സ്വാധീനവും അദ്ദേഹത്തിന്റെ ശക്തിയാണ്. എന്നാൽ ഒരേ സമയം നിരവധി പ്രധാന പദവികൾ വഹിക്കുന്നുവെന്ന ഘടകം തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. മറ്റൊരു ശക്തനായ സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനാണ്. ദീർഘകാല സംഘടനാ പ്രവർത്തന പരിചയമുള്ള ബെന്നി KPCC ജനറൽ സെക്രട്ടറിയായും UDF കൺവീനറായും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി VD സതീശനും ബെന്നി ബെഹനാനും ഒരേ ജില്ലയായ എറണാകുളത്ത് നിന്നുള്ളവരാണെന്ന കാര്യം നേതൃത്വം പരിഗണിക്കുമോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. അടൂർ പ്രകാശും സാധ്യതാ പട്ടികയിൽ പ്രധാന പേരാണ്. 5 തവണ MLAയും 2 തവണ മന്ത്രിയുമായ അടൂർ ഇപ്പോൾ UDF കൺവീനറാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുവെങ്കിലും പിന്നീട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തി. പത്തനംതിട്ട MP ആന്റു ആന്റണിയുടെ പേരും ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. കഴിഞ്ഞ തവണയും അധ്യക്ഷ സ്ഥാനത്തിനായി അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ ശക്തമായ എതിർപ്പുകൾ കാരണം അവസരം നഷ്ടമായി. ഇത്തവണയും കൂടുതൽ സജീവമായി രംഗത്തുണ്ടെന്നാണ് സൂചന. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമവായ സ്ഥാനാർത്ഥിയായി ഉയരാൻ സാധ്യതയുള്ള പേരാണ് MA ഹസൻ. മുൻ KPCC അധ്യക്ഷൻ, മുൻ UDF കൺവീനർ, മുൻ മന്ത്രി എന്നിങ്ങനെ വലിയ അനുഭവ സമ്പത്തുള്ള നേതാവാണ് അദ്ദേഹം. മത്സരങ്ങൾ കടുത്താൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. സംഘടനാ പരിചയത്തിന്റെ കാര്യത്തിൽ ജോസഫ് വാഴക്കനും പിന്നിലല്ല. KPCC ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ പദവികളിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തേക്ക് ജനപ്രതിനിധികളെ പരിഗണിക്കരുതെന്ന നിലപാടും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നേതാവ് യുവതലമുറയുടെ പ്രതീക്ഷയായി ഉയരുന്ന ഷാഫി പറമ്പിലാണ്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫിക്ക് പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യത തന്നെയുണ്ട്. കോൺഗ്രസിലെ ഏറ്റവും ജനകീയ യുവമുഖങ്ങളിൽ ഒരാളായതിനാൽ അദ്ദേഹത്തിന്റെ പേരും ചർച്ചകളിൽ ശക്തമാണ്. അതിനൊപ്പം തന്നെ മാത്യു കുഴൽനാടന്റെയും പേര് ഉയരുന്നുണ്ട്.
പിണറായി വിജയനെതിരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തിയെന്ന ഇമേജ് അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും സ്വീകാര്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ KPCC വൈസ് പ്രസിഡന്റായ മാത്യു സംഘടനാ പ്രവർത്തനത്തിലും സജീവ സാന്നിധ്യമാണ്. എന്നാൽ ഈ മത്സരത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി KC വേണുഗോപാലിനാണ്. ഉയർന്നു കേൾക്കുന്ന ഭൂരിഭാഗം പേരും അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണെന്നാണ് വിലയിരുത്തൽ. ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ അതൃപ്തി ഒഴിവാക്കുക അത്ര എളുപ്പമല്ല. അതിനാൽ തന്നെ ഈ തീരുമാനം പാർട്ടിക്കുള്ളിലെ ശക്തി സമവാക്യങ്ങളെയും ഭാവി രാഷ്ട്രീയ ദിശയെയും നിർണ്ണയിക്കുന്ന ഒന്നായി മാറും. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും രാഷ്ട്രീയ കേരളവും കാത്തിരിക്കുന്നത് KPCCയുടെ പുതിയ നായകൻ ആരാകുമെന്നറിയാനാണ്.